നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്താ ശ്രീ മഹേശ്വര ഇങ്ങനൊരു വിധി? ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാ മാളുവിന്റെ മനസ്സിലുള്ളത്. എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ. ജീവിതത്തില് ഒരിക്കലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ ഭഗവാനെ? ഞാൻ ആഗ്രഹിക്കുന്നൊന്നും എനിക്ക് കിട്ടില്ലേ? മുത്തശ്ശിയാണല്ലോ. ഹലോ മുത്തശ്ശി. മോളെ, നീ എന്നാ മോളെ വീട്ടിലേക്ക് വരുന്നത്? എന്താ മുത്തശ്ശി, എന്താ പെട്ടെന്ന്? എന്താണെന്ന് അറിയില്ല, ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ക്ഷീണം പോലെ. അയ്യോ, മോളെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്? നീ പേടിക്കാതെ മോളെ, അങ്ങനെ പേടിക്കാനും മാത്രം ഒന്നുമില്ല. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അയ്യോ അയ്യോ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഇങ്ങനെ പേടിക്കാതെ മോളെ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഞാൻ രാജനെയും കൂട്ടി ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ തുടങ്ങായിരുന്നു. ഞാൻ വരാം മുത്തശ്ശി, വേഗം വരാം. സത്യം പറയണം, മുത്തശ്ശിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അങ്ങനെ പേടിക്കാൻ ഒന്നും സംഭവിച്ചില്ല. അവിടെ വെച്ച് തല ചുറ്റിയപ്പോ സഹായിക്കാൻ ദൈവത്തെ പോലൊരു ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരനോ? ആ പയ്യനാ എന്നെ രക്ഷിച്ചതും വെള്ളം തന്നതും. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. മോളെ, മോളെ ഗംഗേ. ആ പറയൂ മുത്തശ്ശി. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, എനിക്കൊരു വിഷമമില്ല. ഇവിടെ സന്തോഷായിട്ട് തന്നെ ഇരിക്കുക. അത് മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് മുത്തശ്ശിയോട് തുറന്നു പറയണം. എന്ത് വിഷമം ഉണ്ടായാലും അത് മനസ്സിൽ ഒതുക്കി വേദനിക്കാൻ നീ അനാഥയല്ല. ആ ഓർമ്മ വേണം. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. മുത്തശ്ശി അസുഖം വരുത്തി വെക്കരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എന്റെ ആദ്യം മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്താ മോളെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നീ തനിച്ചാവുമല്ലോ എന്നുള്ള ചിന്തയാ എനിക്ക്. അതൊന്നും ആലോചിക്കേണ്ട സമയമല്ലേ ഇത്. മുത്തശ്ശി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കണം. വിളിച്ചോളാം. ഞാൻ പെട്ടെന്ന് വരാം. മുത്തശ്ശി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ആശുപത്രിയിൽ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയണം. എന്താ മുത്തശ്ശി? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? മുത്തശ്ശി വേഗം റെഡിയായി ആശുപത്രി പോവാൻ നോക്കിയേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഗംഗയുടെ മനസ്സിൽ എന്തോ വലിയ സങ്കടം കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ വിഷമിക്കാതിരിക്കാൻ അവൾ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണോ? എന്റെ ഭഗവാനെ, നീ എന്തിനാ എന്റെ കുഞ്ഞിനിങ്ങനെ വേദനകൾ മാത്രം കൊടുക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.